ഇന്ന് നമുക്കൊരു ഹോട്ട് എയർ ബലൂൺ ഉണ്ട്. ഈ ഒരു സാധനം എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ കറങ്ങി തിരിയാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അപ്പോഴേ ഞാൻ നോട്ടം ഇട്ട് വെച്ചതാണ് ഇതൊന്നാക്കി നോക്കണം. പക്ഷേ മടി ഒരു സംഭവം തന്നെയാണല്ലേ. ആ ഒരു മടികാരനാണ് ഇങ്ങനെ ലിറ്റായി പോയത്. ഏതായാലും ഇപ്പം കണ്ട സംഭവം മനസ്സിലായാലോ. ഫെവിക്കോളും വാട്ടറും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ബലൂണിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചെടുക്കുക. ഫസ്റ്റ് ലെയർ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ലെയർ ഒട്ടിക്കുമ്പം ആ ഫെവിക്കോൾ വാട്ടർ മിക്സിൽ കുറച്ച് റെഡ് കളർ ആഡ് ആക്കി കൊടുക്കുന്നുണ്ട്. നമുക്കൊരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഞാനൊരു 6 ലെയറൊക്കെ ഒട്ടിച്ചെടുത്തിട്ട് സെറ്റാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഇങ്ങനെയാണ്. നായി കിട്ടാൻ വേണ്ടിയിട്ട് എന്നെക്കാളും തിരക്ക് ബലൂണിനായതുകൊണ്ട് ബലൂൺ പെട്ടെന്ന് അങ്ങ് പൊട്ടി. പക്ഷേ അങ്ങനെ അങ്ങ് വിട്ടുകൊടുക്കാൻ പറ്റൂലോ. അതുകൊണ്ട് ഞാൻ വേറെ ബലൂൺ എടുത്ത് വീർപ്പിച്ച് അതിന് മുകളിൽ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഒരു ദിവസം മുഴുവനും ഡ്രൈ ആക്കാൻ വെച്ചെങ്കിലും ആദ്യത്തെ പേടി എന്തായാലും ഉണ്ടാവുമല്ലോ. പക്ഷെ എന്തോ ഭാഗ്യത്തിന് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ സ്പ്രേ പെയിൻറ്റ് ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ജൂട്ട് ത്രെഡോ വുളൻ ത്രെഡോ എന്ത് വേണമെങ്കിലും ചുറ്റി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ സെറ്റാക്കുക. നമ്മൾ ബാസ്ക്കറ്റ് റെഡി ആയിട്ടുണ്ട്. പിന്നെ ബ്രൗൺ കളർ പേപ്പറിനെ കൊണ്ട് പേപ്പർ ട്യൂബ്സ് ആക്കിയിട്ട് 4 ഭാഗത്തും ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മൾ ബലൂൺ ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ വുളൻ നൂലിനെ കൊണ്ട് കുറച്ച് ബോയ് ആക്കിയിട്ട് ഇതേപോലെ സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേറെ അലങ്കോല പണികളൊന്നും ചെയ്യുന്നില്ല. കിൻഡർ ജോയിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളൊരു ടോയ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ടാണ് കിൻഡർ ജോയ് ടോയ് ഉപകാരപ്പെട്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.